ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ വ്ളോഗാണ്. ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, അപ്പോൾ അതിനോടനുബന്ധിച്ചൊരു ഹാൻഡ് മെയ്ഡ് ഇന്ത്യ ഫ്ലാഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ദിവസം അതിനുവേണ്ടി ഇരിക്കണത്, പക്ഷേ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് നടക്കുന്നുണ്ടായില്ല. അപ്പോൾ ഇന്നലെ രാത്രിയാണ് ഇതിനുവേണ്ടി ഇരുന്നത്. അപ്പോൾ A5 പേപ്പറിൽ ഫ്ലാഗ് അറേഞ്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഇവിടെ കളർ പ്രിൻ്ററിലുള്ളതുകൊണ്ട് പ്രിൻ്ററിൽ വേഗം പ്രിൻ്റ് എടുത്ത് അതിന് ശേഷം ഗം ഒട്ടിക്കുകയാണ് രണ്ട് സൈഡിലും. കട്ട് ചെയ്യാനായിട്ട് കട്ടിങ് പാനലുണ്ടായതുകൊണ്ട് ഭയങ്കര എളുപ്പമായിരുന്നു. എനിക്ക് പക്ഷെ അറിയാൻ പാടില്ല, ചേട്ടനാണ് അത് ഹെൽപ്പ് ചെയ്ത് തന്നത്. അതിനുശേഷം നമ്മൾ ഗമ്മൊക്കെ തേച്ച് രണ്ടിലും. അതിനുശേഷം നമുക്ക് പിടിക്കാനായിട്ടൊരു കോല് വേണ്ട, അതിനുവേണ്ടി നമ്മൾ പേപ്പർ സ്ട്രോ ആണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു സൈഡിലോട്ട് പേപ്പർ സ്ട്രോ വെച്ച് ഒന്ന് മടക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഇരിക്കില്ല. ഗം സ്റ്റാപ്ലറൊക്കെ ഏതെങ്കിലും ചെയ്ത് നോക്കാം ഏതാ ഇരിക്കണേന്ന്. എന്നാൽ മടക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്റ്റാപ്ലർ പിൻ ചെയ്ത് കൊടുക്കാം. ഗം ഇരിക്കില്ല, കാരണം സ്ട്രോ ഇച്ചിരി പൊന്തി നിൽക്കുന്നതുകൊണ്ട്. ഇച്ചിരി തുമ്പൊക്കെ ഇട്ട ശേഷം നമുക്ക് അറേഞ്ച് ചെയ്ത് ശേഷം നമുക്ക് സ്റ്റാപ്ലർ അടിക്കാം. ഒരു പേടി, ശരിയാവുമോ എവിടെയാണ് അടിക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് നോക്കണേ കേട്ടോ. അതേ സ്റ്റാപ്ലർ അടിക്കാം. 1 2 രണ്ടെണ്ണം മതി, ആകുമ്പോൾ നല്ല ബലത്തിലിരുന്നോളും. നമുക്കൊന്ന് വീശി നോക്കാം. അതേ കറങ്ങണൊക്കെ ഉണ്ട്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. അതേ എല്ലാം ചെയ്ത് തന്നപ്പോഴത്തേക്ക് സൈഡിൽ ചെറിയൊരു വൈറ്റ് പാട്ടും കൂടിയുണ്ട്. അപ്പോൾ അത് ഹസ്ബൻഡ് കട്ട് ചെയ്ത് തന്നെ. ഞങ്ങൾക്ക് ഇതിനകത്തൊരു ചെറിയ അമ്മളി പറ്റിയിട്ടുണ്ട്. ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കൊടിയൊക്കെ ഉണ്ടായതിനു ശേഷം ഒന്ന് ഫോട്ടോയൊക്കെ എടുത്ത ശേഷം കിടന്നുറങ്ങി. രാവിലെ നാളെ മാതാവിൻ്റെ തിരുനാളും സ്വാതന്ത്ര്യത്തിനും ആയതുകൊണ്ട് പള്ളിയിൽ പോകണം. പിന്നെ പള്ളിയിലൊക്കെ പോയി കുർബാനയ്ക്ക് ശേഷം കൊച്ചച്ഛൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു. ഒരുപാട് പേരുടെ ത്യാഗത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമാണ് ഓരോ സ്വാതന്ത്ര്യത്തിനും. തീർച്ചയായിട്ടും ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമുക്കും ചില സാമൂഹിക പ്രതിബദ്ധതയൊക്കെ ഉണ്ട്. നമുക്കറിയാം, നമ്മളെപ്പോഴും അവകാശങ്ങളെ കുറിച്ച് നമ്മൾ വാതുവരാതെ സംസാരിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മറന്നു പോവുകയാണ് ഇപ്പോഴും പതിവ്. അപ്പോൾ ഓരോ 79ാമത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അവകാശങ്ങളെ പോലെ തന്നെ കടമകളെ കുറിച്ചൊക്കെ ബോധമുള്ളവരായിരിക്കാം. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പരിധി എവിടെ വരെയാണ്? അത് ഗാന്ധി പ്രകാരമാണ് നമ്മുടെ സ്വാതന്ത്ര്യ പരിധി വരിക അവരുടെ മൂക്കിന്തുമ്പത്ത് വരെയാണ്. അവരുടെ കൂടെ നിൽക്കുന്നവന്റെ സ്വാതന്ത്ര്യം അപഹരിക്കുന്നത് വരെ എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം വിനിയോഗിക്കാം. നമ്മുടെ പലപ്പോഴും നമ്മുടെ ചിന്ത, എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഒരുപാട് പരിശ്രമിച്ച് അനേകരുണ്ട്, ജീവൻ വെടിഞ്ഞവരുണ്ട്. അവരെയൊക്കെ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥന ഓർക്കാം. നമുക്കിതുപോലെ സാമൂഹിക പരിശ്രമിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും അറ്റൻഷനിലേക്ക് ഞങ്ങളുടെ പള്ളിയിലെ കൊച്ചച്ഛനായ ഫാദർ റോബിൻ വാഴപ്പള്ളിയാണ് ഇന്ന് കൊടിയൊക്കെ ഉയർത്തിയത്. അതിനുശേഷം എല്ലാവരും ദേശീയഗാനം പാടി. ഈ പ്രതിജ്ഞ ചൊല്ലിയപ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ കാലഘട്ടമാണ് ഓർമ്മ വന്നത്. കൈ നീട്ടി പിടിച്ച് പ്രതിജ്ഞ ചൊല്ലുന്ന സ്കൂൾ കാലഘട്ടം. നിങ്ങൾക്ക് ഓർമ്മ വന്നോ അങ്ങനെ? ഞങ്ങളുടെ തോപ്പ് പള്ളിയിൽ സാധാരണയായിട്ട് ഇൻഡിപെൻഡൻസ് ഡേക്ക് ലഡുവാണ് കിട്ടാറ്. ഇപ്രാവശ്യം മിഠായിൽ ഒതുക്കി. ആദ്യം ഒരു സങ്കടമായി, പക്ഷെ കിട്ടിയപ്പോൾ വലിയ മിഠായി ആയതുകൊണ്ട് ആ സങ്കടം മാറി. അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് എടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എവിടെ 3 പേര് നിൽക്കുമോ? ചെറുതുങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ ഷോളൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് അതിൻ്റെ പുറകെ ഓടണം, ഇങ്ങോട്ട് ഓടണം. ഒരാളതേ ഫ്ലാഗൊക്കെ കീറി. അവസാനമായിട്ട് ഷോളെല്ലാം എടുത്ത് റൂഹേനെ പുതപ്പിച്ചത് ഇതേപോലെ ആക്കിയെടുത്ത്. ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. Hi friends, everyone, please subscribe to our YouTube channel.